കൗമാരപ്രായമൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ പ്രണയമെന്ന വികാരം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രണയമൊക്കെ നല്ലതാണെന്ന്, പക്ഷെ രക്ഷിതാക്കൾ അറിയാതെയുള്ള ബന്ധങ്ങളിലാണ് പ്രശ്നം. ലിവിങ് ടുഗദർ റിലേഷൻ ഇഷ്ടപ്പെടുന്നവരാണ് പുതിയ തലമുറ. എന്നാൽ വീട്ടുകാരറിയാതെ പങ്കാളിയും ഒന്നിച്ച് ജീവിക്കുമ്പോഴുള്ള അപകടം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പ്രത്യേകിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചാലോ, പങ്കാളികൾ തമ്മിൽ വഴക്കുണ്ടായാലോ ഒരു സഹായത്തിന് പോലും ആരും കാണില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ കേസിനും ഇങ്ങനെയൊരു കഥ പറയാനുണ്ട്. പങ്കാളിക്കൊപ്പം ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിക്കുമ്പോഴാണ് യുവതി ഗർഭിണിയായത്. 3-ാം മാസം ഗർഭചിത്രം. അതാരും അറിയാതിരിക്കാൻ കുഞ്ഞിൻ്റെ മൃതദേഹം ഫ്രിഡ്ജിനുള്ളിൽ ഒളിപ്പിക്കുന്നു. ഗർഭചിത്രത്തിലും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളിലും ദുരൂഹത സംശയിക്കണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തൃശ്ശൂർ കൊടുങ്ങല്ലൂരിലുള്ള അപ്പാർട്ട്മെൻറ്റിലെ ഫ്രിഡ്ജിനുള്ളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത സംശയിക്കണോ? 3 മാസം പ്രായമുള്ള ശിശുവിൻ്റെ ഭ്രൂണം ഉപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെന്ന യുവതിയുടെ മൊഴി വിശ്വസിക്കാൻ കഴിയുമോ? ഇത് സ്വാഭാവികമായ ഗർഭചിത്രമാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ? പോലീസിൻ്റെ മുന്നിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. കൊടുങ്ങല്ലൂരിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ലിവിങ് ടുഗദർ പങ്കാളികളുടെ മുറിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. താൻ 3 മാസം ഗർഭിണിയായിരുന്നതായും മാസം തികയാതെ പ്രസവിക്കുകയും ചെയ്തെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. കൊടുങ്ങല്ലൂരിൽ ഫ്ളാറ്റിനുള്ളിലെ ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന അഭിഷേകും അപർണയും ലിവിങ് ടുഗദർ റിലേഷൻ ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 3 മാസം മുൻപാണ് ഫ്ളാറ്റിൽ താമസമാക്കിയതെന്നും 3 മാസമായി ഗർഭിണിയായിരുന്നുവെന്നും യുവതി മൊഴി നൽകി. ഇവർ തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിൽ നേഴ്സാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വയറുവേദന അനുഭവപ്പെടുകയും ശുചിമുറിയിൽ വെച്ച് ഭ്രൂണം പുറത്തുവരികയും ചെയ്തു. ഭ്രൂണം സ്വയം വേർപെടുത്തുകയായിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരുന്നു. കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ് അപർണയുടെ മൊഴി. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചാത്തേടത്ത് പറമ്പിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന യുവദമ്പതികളുടെ മുറിയിൽ നിന്ന് 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. യുവതി 3 മാസം ഗർഭിണിയായിരുന്നുവെന്നാണ് പറയുന്നത്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സംഭവത്തിൽ വ്യക്തത വരികയുള്ളൂവെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭ്രൂണം പോസ്റ്റ്മോർട്ടത്തിനായി മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ദമ്പതികളുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നും ഇത് സ്വാഭാവികമായ ഗർഭചിത്രമാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ എന്നും അറിയാൻ ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. യുവതിയെ വൈദ്യപരിശോധനയ്ക്കും വിധേയയാക്കും. അയൽവാസികളിൽ നിന്നും കൂടുതൽ വിവരങ്ങളും ശേഖരിച്ചു വരികയാണ്. ന്യൂസ് 18 തൃശ്ശൂർ. കുംഭമേളയിലൂടെ വൈറലായ മൊണാലിസ മലയാളികൾക്ക് ഇപ്പോൾ സുപരിചിതയാണ്. പ്രണയിച്ചയാളെ വിവാഹം കഴിക്കാൻ അഭയം തേടി കേരളത്തിലെത്തിയ പെൺകുട്ടി. പ്രായപൂർത്തിയായില്ലെന്ന പരാതിയും ലവ് ജിഹാദ് വിവാദങ്ങളുമൊക്കെയായി ഏറെ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു അവളുടെ വിവാഹം. ഇപ്പോൾ പുതിയൊരു ആരോപണം ഉന്നയിച്ച് ആ പെൺകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. സംവിധായകൻ സനോജ് മിശ്ര സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും പലതവണ ശരീരത്തിൽ കയറി പിടിച്ചെന്നുമാണ് ആരോപണം. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്.
സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരെ ഗുരുതര ആരോപണമാണ് മൊണാലിസ ഉയർത്തുന്നത്. സനോജ് മിശ്ര സിനിമാ സെറ്റിൽ വെച്ച് പലതവണ തന്റെ ദേഹത്ത് കയറിപ്പിടിച്ചു. വീട്ടുകാരോട് ഇക്കാര്യം തുറന്നു പറഞ്ഞെങ്കിലും ആദ്യത്തെ സിനിമയാണല്ലോ എന്ന് പറഞ്ഞ് അവർ കാര്യമായി എടുത്തില്ല. തനിക്ക് 18 വയസ്സാകുന്നതിന് മുമ്പാണ് ദുരനുഭവം ഉണ്ടായത്. നേപ്പാളിലും ഡെറാഡൂണിലും വെച്ചായിരുന്നു ഈ സംഭവങ്ങൾ. സത്യം മറച്ചുവെക്കാനാണ് സനോജ് മിശ്ര അനാവശ്യ വിവാദമുണ്ടാക്കുന്നത്. ഒരു തരത്തിലും തന്നെ ജീവിക്കാൻ സനോജ് അനുവദിക്കുന്നില്ലെന്നും ഇക്കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാനാണ് ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ പറയുന്നതെന്നും മൊണാലിസ ആരോപിച്ചു. हिंदू रीति रिवाज से शादी की है, मंदिर में पूरे भारत को पूरे देश को पता है। सनोज मिश्रा तो चाहता ही है कि पूरे देश में आतंकवादी हो, झगड़ा करे, ये सब करे। मुझे तो बोलना भी नहीं आता, फिर भी मैं आज बोल रही हूँ पूरी हिम्मत के साथ, पूरी ताकत के साथ। सनोज मिश्रा तो चाहता है कि दंगे हो. ഭർത്താവ് ഫർമാൻ ഖാനൊപ്പമാണ് മൊണാലിസ വാർത്താ സമ്മേളനത്തിനെത്തിയത്. സംവിധായകനെതിരെ പരാതി കൊടുക്കാൻ ആലോചിക്കുകയാണ്. നാട്ടിലേക്ക് തിരികെ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു വരികയാണെന്നും മൊണാലിസ പറഞ്ഞു. 2 ആഴ്ച മുൻപായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് മൊണാലിസയുടെയും ഫർമാന്റെയും വിവാഹം. ന്യൂസ് 18 കൊച്ചി. സ്റ്റേജ് ആർട്ടിസ്റ്റും നടനുമായ കലാഭവൻ സോബി ജോർജിനെ പരിചയമില്ല. സിനിമകളെക്കാൾ സ്റ്റേജ് ഷോകളിലാണ് ഇയാൾ തിളങ്ങിയിട്ടുള്ളത്. എന്നാൽ നമ്മളിൽ പലർക്കും അറിയാത്തൊരു തട്ടിപ്പിൻ്റെ മുഖം കൂടി ഇയാൾക്കുണ്ട് കേട്ടോ. അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി യുവാക്കളെയാണ് സോബി കബളിപ്പിച്ചത്. 20 വർഷത്തോളമായി സംസ്ഥാനത്ത് നിരവധി പേരെ സാമ്പത്തികമായി പറ്റിച്ചിട്ടുണ്ട്. ഇനി പരാതിയും കേസുമായി ആരെങ്കിലും മുന്നോട്ട് പോയാലോ? കോടതിയെയും പോലീസിനെയും പോലും ഇയാൾ മാനിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോടതി ഇടപെടലിലൂടെ നടത്തിയ കേസും ജപ്തി നടപടിയും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചതാണ്. ഒടുവിൽ കലാഭവൻ സോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കള്ളപ്പണ ഇടപാടും വിസ തട്ടിപ്പും സാമ്പത്തിക തട്ടിപ്പും ഉൾപ്പെടെയുള്ള കേസുകളിലാണ് ഊന്നുകൽ പോലീസിന്റെ നടപടി. വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ സ്റ്റേഷനുകളിലായി 150ഓളം തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് കലാഭവൻ സോബി. കഴിഞ്ഞ 20 വർഷമായി പ്രതി തട്ടിപ്പ് തുടരുന്നുണ്ട്. 2013 അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ മകന് ജോലി വാഗ്ദാനം ചെയ്ത് കൂനമാവ് സ്വദേശിയായ സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് നടപടി. 2018 കോതമംഗലം മുൻസിഫ് കോടതി 2,80,000 രൂപ ഈടാക്കി നൽകാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇത് നടപ്പായില്ല. ഇതോടെ 2025 സെപ്റ്റംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ മുൻസിഫ് കോടതി ബസ് ജപ്തി ചെയ്ത് നഷ്ടപരിഹാരവും പലിശയും ചേർന്ന് 5,51,274 രൂപ ഈടാക്കാൻ ഉത്തരവിടുകയായിരുന്നു. എന്നാൽ പ്രതി സഹകരിക്കാതിരുന്നതോടെയാണ് ജപ്തി നടപടികളിലേക്ക് നീങ്ങിയത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഊന്നുകൽ SHO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കോതമംഗലം ജോയിന്റ് RTOയിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും സ്ഥലത്തെത്തിയത്. എന്നാൽ ജപ്തി നടപടികൾക്കായി എത്തിയ കോടതി ജീവനക്കാരെ ഇയാൾ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജപ്തി നടപടി ഒഴിവാക്കാൻ ബസിന്റെ ടയറുകൾ മുഴുവൻ ഊരിമാറ്റിയ നിലയിലായിരുന്നു. ടയറില്ലാത്ത വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ലെന്ന പ്രതിയുടെ കണക്കുകൂട്ടൽ ക്രെയിനുകൾ എത്തിച്ചതോടെ അധികൃതർ തകർത്തു. സാഹസികമായി ബസ് ഉയർത്തി കോടതി പരിസരത്ത് എത്തിക്കുകയായിരുന്നു. ജപ്തി ചെയ്യേണ്ട ബസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന 5 ബസ്സുകളുടെയും ടയറുകളെല്ലാം ഊരിമാറ്റിയ ശേഷം ഗേറ്റ് പൂട്ടി സോബി ജോർജ് സ്ഥലം വിടുകയായിരുന്നു. ഇതോടെ വീണ്ടും കോടതിയിൽ നിന്നും പൂട്ടുപൊളിച്ച് കയറി ജപ്തി നടപടികൾ പൂർത്തിയാക്കാൻ ഉത്തരവ് നൽകി. ടയർ ഇല്ലാത്തതിനാൽ 2 ക്രെയിനുകൾ എത്തിച്ചു. ബസിന്റെ പിന്നിലേക്ക് 2 ടയറുകൾ പുറമേ നിന്ന് എത്തിച്ച് ഘടിപ്പിച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പിന്നാലെയാണ് പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയത്. അതേസമയം ഇത് തനിക്കെതിരെയുള്ള കള്ളക്കേസാണെന്നും ബാലഭാസ്കറിന്റെ കേസിൽ സാക്ഷി പറഞ്ഞതുകൊണ്ടുള്ള പ്രതികാരമാണെന്നും കലാഭവൻ സോബി ജോർജ് ആരോപിക്കുന്നു. ലോകത്ത് ഒരാളും സാക്ഷി പറയാൻ പോരുത്. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയ ഈ കോടതിയേറ്റവും ഈ ജയിലും ഇതൊന്നും കണ്ടിട്ട് സോബി പേടിച്ച് ബാലഭാസ്കർ കേസിൽ നിന്ന് പിന്മാറുന്ന ആരും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് എഴുതാവുന്നതാരും നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല. നമ്മള് ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്ന് തുടങ്ങിയതായ ദുരിതം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം അപകടമരണമല്ലെന്ന് മൊഴി നൽകിയ ആളാണ് സോബി. ഇതുമായി ബന്ധപ്പെട്ട് സോബിയെ നുണപരിശോധന നടത്തിയിരുന്നു. സോബിക്കെതിരായ കേസുകളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്.
ന്യൂസ് 18 കൊച്ചി. ഈ അവധിക്കാലത്ത് പല മാതാപിതാക്കളുടെയും ഉള്ളിൽ മക്കളെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. കുട്ടികൾക്ക് അവധി സമയങ്ങൾ ആഘോഷിക്കാൻ കളിസ്ഥലങ്ങളില്ല. അമ്മ വീടെന്നോ ബന്ധു വീടെന്നോ പറഞ്ഞ് പോകാൻ ഇടങ്ങളില്ല. പിന്നെ കുട്ടികളുടെ കൂട്ട് മൊബൈൽ ഫോണുകളാണ്. പല കുഞ്ഞുങ്ങളും മൊബൈലിനും ഗെയിമുകൾക്കും അടിമകളാകുന്ന സ്ഥിതി. അതിൻ്റെ അപകടം കൂടി അച്ഛനമ്മമാർ മനസ്സിലാക്കണം. കൊല്ലം കടക്കലിൽ 9ാം ക്ലാസ്സുകാരി ജീവനൊടുക്കിയ കേസ് രക്ഷിതാക്കളെല്ലാം തിരിച്ചറിയേണ്ടതാണ്. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യ കാരണമെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം കടക്കലിൽ 14 വയസ്സുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിലെ കിടപ്പുമുറിയിൽ കുഴഞ്ഞു വീണെന്നായിരുന്നു ആദ്യം ബന്ധുക്കളുടെ മൊഴി. എന്നാൽ സംഭവം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിക്കുകയായിരുന്നു. കുമിൾ പുല്ലുവണ ഇരട്ടക്കുളം നെല്ലിക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് റാഫി ഷൈനിമോൾ ദമ്പതികളുടെ മകൾ ഫാത്തിമ മുബഷിറയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ പഠിക്കാനായി മുറിയിൽ കയറിയ കുട്ടിയെ ഉച്ചയ്ക്ക് 12 മണിയോടെ വിളിക്കാനെത്തിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ബന്ധുക്കൾ കുട്ടിയെ കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് ബന്ധുക്കളെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിൽ വ്യക്തത വന്നത്. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നും ഇവർ പോലീസിനെ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് കടക്കൽ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ നാട്ടിൽ ഭർത്താവിൻ്റെ മരണശേഷം ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയും പ്രയാസങ്ങളും ആരെങ്കിലും മനസ്സിലാക്കാറുണ്ടോ? മക്കളെ വളർത്താനുള്ള കഷ്ടപ്പാട്, ഭർത്തൃവീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ, ഒരു സഹായത്തിന് പോലും ആരുമില്ലാത്ത സ്ഥിതി. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശിനി അശ്വതിയും ഇങ്ങനെ കുറേ കുത്തുവാക്കുകൾ കേട്ടതാണ്. അങ്ങനെയാണ് 3 മക്കളെയും അമ്മയെയും കുട്ടി അവൾ ആത്മഹത്യ ചെയ്തത്. കൊച്ചിയിലെ വാടക വീട്ടിൽ ഒരു കുടുംബത്തിലെ 5 പേർ ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മരിച്ച അശ്വതിയും ഭർത്തൃമാതാവും തമ്മിൽ സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സ്വത്തുക്കൾ അനാഥാലയത്തിന് നൽകണമെന്ന് എഴുതി വെച്ച് ബന്ധുക്കളോട് താല്പര്യമില്ലെന്ന് പറയാതെ പറഞ്ഞാണ് അശ്വതിയും 3 കുട്ടികളും അമ്മയും മരണത്തിലേക്ക് പോയത്. എറണാകുളം വടുതല ലൂർദ് ആശുപത്രിക്ക് സമീപം ഗ്രീൻ ഗാർഡൻ ലൈനിലെ വാടക വീട്ടിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ആത്മഹത്യാക്കുറിപ്പ് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. തിരുവനന്തപുരം വെളപ്പിൽശാല കാരോട് കനകവിഹാറിൽ ശ്രീകുമാരി, മകൾ അശ്വതി, അശ്വതിയുടെ മക്കളായ കാർണിവൻ, കീർത്തിവൻ, അക്ഷിത എന്നിവരാണ് മരിച്ചത്. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിക്ക് ചികിത്സ നടത്തുന്നതിനായുള്ള സൗകര്യത്തിനായാണ് 2 മാസം മുൻപ് ഇവർ എറണാകുളത്ത് വാടകയ്ക്ക് താമസം തുടങ്ങിയത്. കഴിഞ്ഞ ജൂലൈയിൽ അശ്വതിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അനുഭവിക്കേണ്ടി വന്ന കടുത്ത ഒറ്റപ്പെടലും മാനസിക വിഷമങ്ങളുമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആത്മഹത്യാക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കും ഭർത്താവിനും അയൽവാസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഭർത്താവിന്റെ മരണശേഷം നേരിട്ട അവഗണനയും പീഡനങ്ങളും കത്തിൽ അക്കമിട്ട് നിരത്തുന്നു. സ്വന്തം വീടിനടുത്ത് അയൽവാസികളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെക്കുറിച്ചും കത്തിൽ സൂചനയുണ്ട്. കുറിപ്പിൽ പരാമർശിക്കുന്നവരിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ പോലീസ് മൊഴിയെടുക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. വീടും സ്ഥലവും മറ്റു സ്വത്തുക്കളും അർഹതപ്പെട്ട അനാഥാലയത്തിന് വിട്ടു നൽകണമെന്നാണ് അശ്വതി കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
വടുതലയിൽ 45,000 രൂപ വാടകയുള്ള വില്ലയിൽ സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറയുന്നു. വീട് ഒഴിയുകയാണെന്നറിയിച്ച് വാടക മുഴുവൻ വീട്ടുടമസ്ഥന് നൽകിയ ശേഷമായിരുന്നു കൂട്ട ആത്മഹത്യ. പൂവച്ചൽ സ്വദേശിയായ മാധ്യമപ്രവർത്തകയാണ് അശ്വതിയുടെ ഭർത്തൃമാതാവ്. ഭർത്താവിന്റെ മരണശേഷം അശ്വതിയും ഇവരും തമ്മിൽ വസ്തുവകകളെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് വിവരം. ഭർത്തൃമാതാവിന്റെ പേരുള്ള വസ്തു വിവാഹ സമയത്ത് മകൻ അക്ഷത്തിന്റെയും പിന്നീട് അശ്വതിയുടെയും പേരിലേക്ക് മാറ്റിയിരുന്നു. ഭർത്താവിന്റെ പേരിലുള്ള വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്നും ഭർത്തൃമാതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും അശ്വതി ആവശ്യപ്പെട്ടത് പ്രശ്നങ്ങൾക്കിടയാക്കുകയും ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിരുന്നതായാണ് സൂചന. ചികിത്സാപരമായ പ്രയാസങ്ങളാണോ അതോ കുടുംബ പ്രശ്നങ്ങളാണോ കടുങ്കയിലേക്ക് നയിച്ചതെന്നതിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. അതേസമയം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് മൃതദേഹം ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് എത്തിക്കാൻ സാധിക്കാത്തതെന്നാണ് ഇവരുടെ അടുത്ത ബന്ധുക്കൾ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എവിടെയാണ് സുരക്ഷിതത്വമുള്ളത്? ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? സ്വന്തം വീട്ടിലും നാട്ടിലും പോലും രക്ഷയില്ലാത്ത സ്ഥിതി. കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ പല മാതാപിതാക്കളുടെ ഉള്ളിൽ തീയാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ ഭിന്നശേഷിയുള്ള 15-കാരനെ പലതവണ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിനെക്കുറിച്ച് അറിയണം. അയൽവാസിയായ ഓട്ടോ ഡ്രൈവറാണ് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. കേസിൽ കിഴക്കേക്കര സ്വദേശി സൈനുൽ ആബിദിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വളാഞ്ചേരി കിഴക്കേക്കരയിലാണ് ഭിന്നശേഷിയുള്ള 15-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓട്ടോ ഡ്രൈവറെ നാട്ടുകാർ പിടികൂടിയത്. പ്രദേശത്തെ ഓട്ടോ ഡ്രൈവറായ കിഴക്കേക്കര സ്വദേശി പാലാറ സൈനുൽ ആബിദിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രതി സൈനുൽ ആബിദ പലതവണ കുട്ടിയെ പീഡനത്തിനിരയാക്കിയതായി തെളിഞ്ഞു. വീണ്ടും പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെയാണ് നാട്ടുകാരുടെ പിടിയിലായത്. നാട്ടുകാർ സൈനുൽ ആബിദിനെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പീഡനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോക്സോ നിയമം അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഈ സംഭവം പ്രദേശത്ത് വലിയ ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്തെത്തി. ന്യൂസ് 18 തിരൂർ. തൃശൂർ തൃപ്രയാറും പരിസര പ്രദേശങ്ങളും കുറച്ച് നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സ്കൂൾ കുട്ടികൾക്കുൾപ്പെടെ എങ്ങനെയാണ് മയക്കുമരുന്ന് കിട്ടുന്നതെന്നായിരുന്നു പ്രധാന ചോദ്യം. ലഹരിയുടെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ അന്വേഷണം എത്തിയത് തൃപ്രയാറിലെ ബ്യൂട്ടി സലൂണിലേക്കാണ്. ജിംനേഷ്യത്തിൻ്റെയും ബ്യൂട്ടി സലൂണിൻ്റെയും മറവിൽ വൻതോതിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര സ്വദേശിനി ശ്രീലക്ഷ്മിയിൽ നിന്ന് ഹാഷിഷോയിലും പണവും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയിരുന്ന ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളും പിടിച്ചെടുത്തു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയാണ് ശ്രീലക്ഷ്മിയെന്ന് പോലീസ് പറയുന്നു. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയത്. പോലീസ് എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രതയോടെയായിരുന്നു ഇവരുടെ ഇടപാടുകൾ. വിശ്വസ്തരായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ലഹരി മരുന്ന് നൽകിയിരുന്നത്. തൃപ്രയാറിലെ ജിംനേഷ്യത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീലക്ഷ്മിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഇവരിൽ നിന്ന് ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച പണവും ഹാഷിഷ് ഓയിൽ ചില്ലറ വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന 50 പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിടിച്ചെടുത്തു. കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും
വലപ്പാട് പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. യുവതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ചുള്ള നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ സലാം, വാടാനപ്പള്ളി SHO മാത്യു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 തൃശൂർ. രാഷ്ട്രീയ എതിരാളികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന പ്രവണത കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനായി രഹസ്യ സൈബർ പോരാളികളുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തും. CPM-ലെ പോരാളി ഷാജിയെയും കോൺഗ്രസിൻ്റെ പോരാളി വാസുവിനെയും പോലെ ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും പറയുന്നതാണ് ലീഗിൻ്റെ കൊണ്ടോട്ടി അബു എന്ന പേജ്. CPM നേതാവ് KJ ഷൈനിനെയും KM ഉണ്ണികൃഷ്ണൻ MLA-ക്കെതിരെയും ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തിയത് ഈ പേജ് വഴിയായിരുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഈ കൊണ്ടോട്ടി അബു? കേസിൻ്റെ അന്വേഷണം എത്തിയത് വിദേശത്തേക്കാണ്. യൂട്യൂബർ യാസർ എടപ്പാളാണ് വ്യാജ ആരോപണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിലെത്തിയതറിഞ്ഞ് ആലുവ റൂറൽ സൈബർ പോലീസാണ് യാസറിനെ കസ്റ്റഡിയിലെടുത്തത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി KJ ഷൈനിനെതിരെ അപകീർത്തിപരവും അധിക്ഷേപകരവുമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് പരാതി. അപവാദ പ്രചാരണം ചൂണ്ടിക്കാട്ടിയാണ് KJ ഷൈൻ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത്. അന്വേഷണത്തിനിടെ യാസർ എടപ്പാൾ വിദേശത്താണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ 3-ാം പ്രതിയാണ് യാസർ എടപ്പാൾ. കേസിൽ നേരത്തെ KM ഷാജഹാൻ, പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവർക്കും പിന്നീട് ജാമ്യം ലഭിച്ചു. 2021-ൽ KT ജലീലിനെതിരെ അപവാദ പ്രചാരണം നടത്തിയ കേസിലും യാസർ എടപ്പാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുള്ളൻ പന്നിയെ അടിച്ചു കൊന്ന കേസിൽ വനവകുപ്പിനെ കുറേ വട്ടം കറക്കിയതാണ് തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി. കോടതി ജാമ്യ ഹർജി തള്ളിയിട്ടും അയാൾ നിയമത്തെ വെല്ലുവിളിച്ച് 1 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞു. എന്നാൽ എത്ര നാൾ അയാൾക്ക് ഇങ്ങനെ ഒളിത്താവളത്തിൽ ജീവിക്കാൻ കഴിയുമെന്നായിരുന്നു ചോദ്യം. ഒടുവിൽ ശശി വനപാലകർക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ കീഴടങ്ങിയ പ്രതിയെ നെടുമങ്ങാട് വനം കോടതി ഏപ്രിൽ 4 വരെ റിമാൻഡ് ചെയ്തു. അതേസമയം സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കല്ലെറിയാനും ശശി ശ്രമിച്ചു. വനപാലകർ പണിപ്പെട്ടാണ് സ്ഥലത്തു നിന്നും ശശിയെ കൊണ്ടുപോയത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രദേശത്തെ ഒരു വീട്ടിൽ കയറിയ മുള്ളൻ പന്നിയെ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി അടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചതോടെ വനം വകുപ്പ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഇതോടെ ശശി ഒളിവിൽ പോയി. എന്നാൽ പിന്നീട് സെക്രട്ടേറിയറ്റിലടക്കം ശശി എത്തിയെങ്കിലും അറസ്റ്റ് ചെയ്യാഞ്ഞത് രാഷ്ട്രീയ വിവാദമായിരുന്നു. വൈകിട്ട് 3:30-ഓടെ പരുത്തിപ്പള്ളി വനം വകുപ്പ് റേഞ്ച് ഓഫീസിലാണ് വെള്ളനാട് ശശി ഹാജരായത്. ശശിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മുള്ളൻ പന്നിയെ കൊല്ലുകയോ കൈവശം വയ്ക്കുകയോ മാംസം വിൽക്കുകയോ ചെയ്താൽ കർശനമായ ശിക്ഷ ലഭിക്കും. 3 മുതൽ 7 വർഷം വരെ കഠിന തടവും കുറഞ്ഞത് 25,000 രൂപ മുതൽ ഫൈനും ലഭിക്കാവുന്ന കുറ്റമാണിത്. സ്ഥിരമായി വിവാദങ്ങളിൽ പെടുന്നയാളാണ് വെള്ളനാട് ശശി.
പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവിനെ കയ്യേറ്റം ചെയ്യുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തെന്ന പരാതിയിൽ വെള്ളനാട് ശശിക്കെതിരെ ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കടകളിൽ കയറി പണപ്പിരിവ് നടത്തുകയും പണം നൽകാത്തതിനാൽ സ്ത്രീയെയും കുട്ടിയെയും ആക്രമിക്കുകയും ചെയ്തെന്ന കേസും ഇയാൾക്കെതിരെയുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഭൂമിയിലെ പർദീസ് ഏതാണെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളാണ്. ലോകത്തെ മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ചും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനുണ്ടാകും. എന്നാൽ ഒരിക്കൽ കേരളത്തിലെ ജയിലിൽ കിടന്നവരോടൊന്ന് ചോദിച്ചു നോക്കിയേ. ചിലരെങ്കിലും വീണ്ടും ജയിലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. സുഖകരമായ ജീവിതം, നല്ല ഭക്ഷണം, ജോലിയും കഷ്ടപ്പാടുമില്ല. ഇനി പണിയെടുത്താൽ നല്ല കൂലിയും. കോവളം തുണ്ടുവിള സ്വദേശി ദിലീപ് ഖാൻ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ശേഷം വീണ്ടും മോഷണം നടത്തിയത് ജയിലിൽ പോകാൻ വേണ്ടിയാണ്. വൃത്തിയും വെടുപ്പുമുള്ള ഭക്ഷണവും നല്ല ചികിത്സയും ജോലിക്ക് കൂലിയും കിട്ടുന്നത് കൊണ്ടാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. മോഷണക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതി വീണ്ടും ജയിലിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം മൂലം മോഷണം നടത്തി പിടിക്കപ്പെടുക. കൗതുകകരമായ സംഭവം നടന്നത് തിരുവനന്തപുരം കോവളത്താണ്. കോവളം ആവാടുതുറ തൂണ്ടുവിള സ്വദേശി ദിലീപ് ഖാൻ എന്ന 46-കാരനെയാണ് കോവളം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരികെ ജയിലിലേക്ക് പോകുന്നതിനാണ് കോവളം മേഖലയിലെ 2 ഇടങ്ങളിൽ മോഷണം നടത്തിയതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം. ജയിലിലെ സൗകര്യങ്ങളാണ് ഇതിന് കാരണമെന്ന് ദിലീപ് ഖാൻ പോലീസിനോട് പറഞ്ഞു. വൃത്തിയും വെടുപ്പുമുള്ള ഭക്ഷണവും ഒപ്പം നല്ല ചികിത്സയും ജോലിക്കൂലിയും ജയിലിൽ ലഭിക്കും. ജയിലിൽ കഴിയുമ്പോൾ അടുക്കളയിലെ സീനിയർ മേസ്തിരിയായിരുന്നു താനെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. വിഴിഞ്ഞം, കോവളം മേഖലകളിലടക്കം വലുതും ചെറുതുമായ 21 മോഷണങ്ങളാണ് ദിലീപ് ഖാൻ നടത്തിയിട്ടുള്ളത് എന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞതായി കോവളം SHO JP അരുൺകുമാർ പറഞ്ഞു. ഹാർബർ റോഡിൽ ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർമാർക്കറ്റിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 40,000 രൂപയും 5,000 രൂപ വിലയുള്ള മൊബൈൽ ഫോണും മോഷ്ടിച്ച പ്രതി കടയിൽ സൂക്ഷിച്ചിരുന്ന DVR കുത്തിപ്പൊളിച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കോവളത്തെ ടർട്ടൽ ഹോട്ടലിനു സമീപം ഷാനവാസിന്റെ കോഴിക്കടയിലെ മേശയിലുണ്ടായിരുന്ന 4,000 രൂപ, 8,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ എന്നിവ മോഷ്ടിച്ചു. പോലീസ് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. SI-മാരായ സാജു, നൌഷാദ്, CP ഓമരായി സെൽവൻ, അഭിലാഷ്, രാജേഷ് ബാബു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും തട്ടിപ്പ് നടത്താനുമൊക്കെ പലർക്കും ഓരോ കാരണങ്ങളുണ്ട്. കോഴിക്കോട് മുക്കത്തെ ഹോട്ടലിൽ കവർച്ച നടത്തിയ സുരേഷിനെ പിടികൂടിയപ്പോൾ പുറത്തു വന്നത് പഴയൊരു പ്രതികാരത്തിൻ്റെ കഥയാണ്. ഹോട്ടൽ ഉടമയുള്ള വിരോധത്തെ തുടർന്നാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. പുഴയോര ഹോട്ടലിൽ മോഷണം നടത്തിയ കേസിലാണ് മണ്ണാർക്കാട് സ്വദേശി സുരേഷിനെ പാലക്കാട് വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ മാസം 9-ന് പുലർച്ചെ 4 മണിയോടെയാണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം അരീക്കോട് പാലത്തിന് സമീപത്തുള്ള പുഴയോരം ഹോട്ടലിൽ മോഷണം നടന്നത്. കേസിൽ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി സുരേഷിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. പാലക്കാട് വെച്ചാണ് പ്രതി സുരേഷ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. പ്രതിയെ ഹോട്ടലിൽ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. ഹോട്ടലിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത അകത്ത് കയറിയായിരുന്നു മോഷണം. കൗണ്ടറിലെ ഷെൽഫിൽ ഉണ്ടായിരുന്ന 5,000 രൂപയും
കൗണ്ടറിന് മുകളിൽ ഉണ്ടായിരുന്ന ധർമ്മപ്പെട്ടി തകർത്ത അതിലുള്ള പണവുമാണ് മോഷ്ടിച്ചത്. റമദാൻ കാലമായിരുന്നതിനാൽ അടച്ചിട്ട ഹോട്ടലിൽ നവീകരണ പ്രവൃത്തികൾ നടന്നുവരികയായിരുന്നു. മുക്കം SI ശ്രീരാഗ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീസ് KM, ശരത്ത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 മുക്കം. കണ്ണൂർ കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടിന് നേരെ സ്റ്റീൽ ബോംബെറിഞ്ഞ കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ കുടുംബത്തിനും സുരക്ഷയില്ല എന്നത് അതീവ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. കണ്ണവ സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ അർജുൻ്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. RSS പ്രവർത്തകരായ രാഹുൽ, ജിതിൻ എന്നിവരാണ് പിടിയിലായത്. ചെറുവാഞ്ചേരി സ്വദേശി UP അർജുന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിലാണ് പ്രതികളെ പിടികൂടിയത്. കോളയാട് മെട്ടയിലെ രാഹുൽ, മുഴക്കുന്ന് പാലാപ്പള്ളി സ്വദേശി P ജിതിൻ എന്നിവരെയാണ് കണ്ണവം പോലീസ് പിടിച്ചത്. വധശ്രമത്തിനാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെ 8 കേസുകൾ പ്രതിയാണ് ജിതിൻ. സമാനമായ 5 കേസുകൾ പ്രതിയാണ് രാഹുലും. ഒരാഴ്ചത്തെ ആസൂത്രണത്തിനൊടുവിലാണ് മുഖംമൂടി ധരിച്ച് നമ്പർ പ്ലേറ്റ് മറച്ച ബൈക്കിലെത്തി വീടിന് നേരെ ബോംബെറിഞ്ഞതെന്ന് പോലീസ് കണ്ടെത്തി. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് കണ്ണവത്തെ ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചിട്ട് ചെറുവാഞ്ചേരി, ചുണ്ടയിൽ, തുടിക്കളം തുടങ്ങിയ ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, കാപ്പ ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് എടുത്തിട്ടുണ്ട്. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ചെക്കിങ്ങും റെയ്ഡ്സും ഈ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ആത്മവിശ്വാസത്തെ നിർവീര്യമാക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രതികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവരെ കൂടുതലായിട്ട് പ്രതികളെ പിടികൂടുന്നതിനും വളരെ കൂടുതലായിട്ടുള്ള സ്ട്രിഞ്ചൻ്റ് ആക്ഷൻസിലേക്ക് പോലീസ് മുന്നോട്ട് പോകും എന്നാണ് സിറ്റി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ റോള് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിനോടൊപ്പം കൂടുതൽ അറസ്റ്റ് ഈ കേസിലേക്ക് ഉണ്ടാകും. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ചെറുവാഞ്ചേരി പൂവത്തൂരിലെ വീടിന് നേരെ ബോംബേർ ഉണ്ടായത്. ഉഗ്രശേഷിയുള്ള ബോംബ് വീടിന്റെ വരാന്തയിലാണ് പതിച്ചത്. സംഭവ സമയം അർജുനും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. ബോംബ് പൊട്ടാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. നിർവീര്യമാക്കുന്നതിനിടെ ബോംബ് പൊട്ടിത്തെറിച്ചിരുന്നു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം വിതുര കേന്ദ്രീകരിച്ച് ഒട്ടേറെ ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കവർച്ചയും പിടിച്ചുപറിയും ആക്രമണങ്ങൾ നടത്തുന്നവർ രാത്രി സമയങ്ങളിൽ ഹോട്ടലുകളിലും മറ്റും ഭക്ഷണം കഴിക്കാൻ എത്തിയാൽ പോലും അവർ പണം കൊടുക്കില്ല. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായ 3 പേരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വിതുര സ്വദേശികളായ വിജയ്, ഗോകുൽ, തൊളിക്കോട് സ്വദേശി പ്രശാന്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. തട്ടുകടയിൽ ആക്രമണം നടത്തിയ കേസിലാണ് അറസ്റ്റ്. നെടുമങ്ങാട് പഴകുറ്റിയിൽ ഉന്തുവണ്ടിയിൽ ശിവാസ് ഫാസ്റ്റ് ഫുഡ് എന്ന സ്ഥാപനം നടത്തുന്ന തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി ശിവന്റെ പരാതിയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 4 രാത്രി 10:30ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. പ്രതികൾ ഒരു കാറിൽ വന്ന് ആക്രമണം നടത്തുകയും പണം കവരാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. തടയാൻ ശ്രമിച്ചപ്പോൾ സ്റ്റീൽ വള കൊണ്ട് നെഞ്ചിലിടിച്ചതായും പരാതിയിൽ പറയുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിതുര സ്വദേശികളായ വിജയ്, ഗോകുൽ ഗോപി, തൊളിക്കോട് സ്വദേശി പ്രശാന്ത് എന്നിവരെ പിടികൂടിയത്. വിതുര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇവർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. വിതുര പോലീസ് സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററിയിലും ഇവരുടെ പേരുണ്ട്. പ്രതികളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തൊളിക്കോട് ഭാഗത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത്. നെടുമങ്ങാട് SHO മോഹിത് PK, SI മുഹസിൻ മുഹമ്മദ്, ASIമാരായ C ബിജു, രജിത്, CPO മഹേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ജീവിതത്തിൽ കുറേ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും കളിയാക്കലും കേട്ടിട്ടുള്ളവരാണ് നമ്മളിൽ പലരും.
നിറത്തിൻ്റെ പേരിലും ജാതി പറഞ്ഞും ശരീരഘടനയുടെ പേരിലും അപമാനിക്കപ്പെട്ട നിരവധി നിമിഷങ്ങൾ. കൂട്ടുകാർ പോലും കൂട്ടം കൂടി കളിയാക്കിയ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ. അപ്പോഴൊക്കെ സങ്കടം വന്നിട്ടില്ലേ? ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടില്ലേ? ആരും ആശ്വസിപ്പിക്കാനില്ലാതെ ഉള്ളു നീറിയിട്ടില്ലേ? നിങ്ങൾക്കിപ്പോഴും അവരുടെയൊക്കെ ദേഷ്യവും വിദ്വേഷവും ഉണ്ടോ? അതൊക്കെ മറന്നേക്ക്. പകയും പ്രതികാര ചിന്തയും മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും. എന്നാലൊന്ന് ക്ഷമിച്ചു നോക്കിക്കേ. നിങ്ങളെ പണ്ട് പരിഹസിച്ചവർ ഒരിക്കൽ പിന്നാലെ വരും. നിങ്ങളുടെ സഹായവും പിന്തുണയും തേടും. അപ്പോൾ അവരെ ചേർത്ത് നിർത്തുന്ന മനോഭാവമാണ് ഏറ്റവും വലിയ മധുര പ്രതികാരം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.